നമുക്ക് ഇതെല്ലാം ഒന്നും പ്ലാൻ ചെയ്ത് ചെയ്യുന്നല്ലോ, ഇതൊക്കെ നാച്ചുറലി. പാട്ടെന്ന് പറഞ്ഞാലും അങ്ങനെ ഓക്കെ എനിക്ക് ഇങ്ങനത്തെ ഒരു പാട്ട് ഉണ്ടാക്കണം അങ്ങനെയൊന്നും ഇതുവരെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. എല്ലാം നമുക്ക് വരുന്ന പോലെ എന്താണ് പെട്ടെന്നൊരു നമ്മുടെ മൂഡ് അല്ലെങ്കിൽ എക്സ്പീരിയൻസസ് അതല്ലെങ്കിൽ ചില ആളുകൾ ചില സിറ്റുവേഷൻസ് ഇതൊക്കെ അതിൽ നിന്നൊക്കെ പാട്ടുണ്ടാവും എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ഭയങ്കര പ്ലാൻ ചെയ്ത് ഓക്കെ ഇതെന്തെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യാം അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെയൊന്നും പ്ലാൻ ചെയ്യും. വളരെ എന്താ പറയാ സ്പോണ്ടേനിയസ് ഔട്ട് ഫ്ലോ ഓഫ് ഇമോഷൻസ് ആണല്ലേ. ഞാൻ പക്ഷെ സത്യത്തില് കെടാതെ പാട്ട് പാടിച്ചോണ്ട് തുടങ്ങണം എന്നായി വിചാരിച്ചിരുന്നത്. കാരണം ഗൗരിയുടെ എല്ലാ പ്രോഗ്രാമുകളും സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ മോസ്റ്റ്ലി പ്രോഗ്രാമുകൾ സ്റ്റാർട്ട് ചെയ്തോണ്ടിരുന്നത് കെടാതെ വെച്ചിട്ടായിരുന്നു. ആ പാട്ട് നമുക്കൊന്ന് പാടാം. കെടാതെ അണയാതെ ഇരുളിൽ കെടാതെ നീ ഇരുളിൽ കെടാതെ നീ കെടാതെ ചിരാതിൽ അണയാതെ കാറ്റിൽ കെടാതെ മഴയിൽ നനയാതെ എരിയൂ തെളിയൂ നീ. എരിയോ തെളിയോ നീ ആരോടാ പറയുന്നേ? ആരോടാണെങ്കിലും എല്ലാരോടും സ്നേഹിക്കുന്ന എല്ലാവരോടും അല്ലേ? എല്ലാരോടും. 13ാമത്തെ വയസ്സിൽ പാട്ട് എഴുതി തുടങ്ങിയ ആളാണല്ലേ? 10ാമത്തെ വയസ്സിൽ. 10ാമത്തെ വയസ്സിലാണോ? പക്ഷെ 13 13ാമത്തെ വയസ്സിൽ എഴുതിയ പാട്ടാണ് കാസനോവ മൂവിയിൽ സെലക്ട് ആയത്. 10ാമത്തെ വയസ്സിൽ എഴുതിയ പാട്ട് ഓർമ്മയുണ്ടോ? അത് ചെറിയ ചെറിയ കവിതകൾ പോലെ എഴുതുമായിരുന്നു. ആണ്? അതെ അതെ. അത് ഏതെങ്കിലും കവിത ഓർമ്മയുണ്ടോ? ഫസ്റ്റ് എഴുതിയ ഒരു പാട്ടുണ്ട്. അതായത് എന്റെ വീട് കായലിന്റെ അടുത്താണ്. അപ്പം എന്റെ അമ്മ വീട്ടിലേക്ക് വള്ളത്തിൽ കാണാൻ പോവാൻ. അമ്മയുടെ വീട് വയലാറ്, എന്റെ വീട് പള്ളിപ്പുറം. അപ്പൊ നമ്മൾ വള്ളത്തിലാണ് പോവാ. സോ അങ്ങനെ കായലിന്റെ അവിടെ വള്ളത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തപ്പോഴാണ് ആദ്യത്തെ പാട്ട്. ഗംഭീരമായ ബാക്ക്ഗ്രൗണ്ട്. ഒരു ഒന്നുമില്ല, ചെറിയൊരു കവിതയാണ്. നീലക്കായൽ തീരെ എന്നെ തഴുകിയുറക്കിയ കാറ്റേ പൂങ്കാറ്റേ എന്നോടിഷ്ടം കൊണ്ടോ എന്റെ പാട്ടിനോടിഷ്ടം കൊണ്ടോ നീ എന്നെ തഴുകിയുറക്കി. എന്റെ പൊന്നു ലക്ഷ്മി, ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നത്? കാരണം 10 വയസ്സിൽ ഞാൻ പാടുന്ന പൂച്ച നല്ല പൂച്ച പാല്